വാക്കിൽ മാത്രം അവനോടൊപ്പം നടക്കാൻ പഠിച്ചിട്ടില്ല, പ്രവൃത്തികളിൽ കർത്താവിനെ കൈവിട്ടിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വഴികൾ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയേറെ അസ്വസ്ഥതയും ആകുലതയുടെയും മനുഷ്യരായിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിലൂടെ പരാതി പറയാനായിട്ട് മാത്രം കർത്താവിൻ്റെ പക്കൽ എത്തുന്നവരാകരുത് എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലമായിട്ട് മാറുന്നത് ഈശോ മർത്തായുടെ ഭവനത്തിൽ വരുന്നതാണ്. സുവിശേഷം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ഈശോ ചിലപ്പോഴെങ്കിലും കടന്നുപോയൊരു ഭവനമാണ് മർത്തായുടെ ഭവനം. അങ്ങനെയായി ഒരു യാത്രയിൽ ഈശോ ആ ഭവനത്തിൽ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ അപ്രതീക്ഷിതമായിട്ട് വന്ന് കയറിയാൽ നമ്മുടെ വ്യഗ്രത എന്തായിരിക്കും? പിന്നെ ആളെ ഏറ്റവും മനോഹരമായിട്ട് സ്വീകരിക്കുക, ആ ആൾക്ക് എന്ത് കൊടുക്കണമെന്നുള്ളതായിരിക്കും നമ്മുടെ വ്യഗ്രത. പലപ്പോഴും ആ ആളിന് നമ്മളോട് എന്ത് പറയാനുണ്ടെന്നുള്ളത് കേൾക്കാൻ നമുക്ക് മനസ്സ് കാണില്ല. കാരണം നമ്മുടെ വ്യഗ്രത ഏതാണ്? നമ്മുടെ ഭവനത്തിലെത്തി ഇനി ആൾക്ക് ഏറ്റവും നല്ലത് കൊടുത്തു വിടണം. ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. മർത്തായ്ക്ക് ഒറ്റ ചിന്തയുള്ള ഈശോയ്ക്ക് നല്ല വിരുന്ന് കൊടുത്തു വിടണം. ആ വീട്ടിൽ 2 വിരുന്നൊരുക്കപ്പെടുന്നുണ്ട്. ഒന്ന് ഈശോ കൊടുക്കുന്ന വിരുന്ന്, അത് വചനത്തിൻ്റെ വിരുന്നാണ്. അവനാകുന്ന വിരുന്ന് കർത്താവ് വിളമ്പുകയാണ്, അവൻ വചനം പഠിപ്പിക്കുകയാണ്. ആ വചന വിരുന്നിൻ്റെ താഴെ ഒരാൾ ഇരിപ്പുണ്ടത് മറിയമാണ്. അവൾ വളരെ സ്വസ്ഥമായിരുന്നു കൊണ്ട് ആ വചന വിരുന്നിൽ പങ്കെടുക്കുകയാണ്. മർത്തായ്ക്കാകട്ടെ മേശപ്പുറത്ത് വിളമ്പേണ്ട വിരുന്നാണ് പ്രധാനം. അതുകൊണ്ട് അവൾ കർത്താവിൻ്റെ പക്കലെത്തിയിട്ട് പരാതി പറയുകയാണ്, നീ കാണുന്നില്ലേ? വളരെ വ്യക്തതയോട് ചോദിക്കുകയാണ്, ഈശോയെ നീ കാണുന്നില്ലതേ, ഇവൾ നിൻ്റെ കാലിൻ്റെ ചോട്ടിരിക്കുകയാണ്, ഞാൻ അടുക്കളയിൽ നടന്ന് എല്ലാ പണിയും ചെയ്യുകയാണ്, നീ ഇതൊന്നും കാണുന്നില്ലേ? ഈശോ മറുപടി കൊടുക്കുന്നത് എന്താണ്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ദൈവത്തോടൊപ്പം നടക്കുന്നു എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മളെ ഒരു ദുരന്തമെന്ന് പറയുന്നതിന് നമ്മളെ ഭരിക്കുന്നത് 2 കാര്യങ്ങളാകും. ഒന്ന്, നമ്മളൊക്കെ ഉത്കണ്ഠയുടെ മനുഷ്യരായിട്ട് മാറും. 2, നമ്മളൊക്കെ അസ്വസ്ഥരായിട്ട് മാറും. നമ്മളെല്ലാം ഈ ഞായറാഴ്ച ദേവാലയത്തിലേക്ക് എത്തിയത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയും അവൻ്റെ നാമം ഏറ്റുപറയാനാണ്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് നമ്മൾ എത്രമാത്രം അസ്വസ്ഥരും ഉത്കണ്ഠാകുലരുമാണ്. കർത്താവിൽ വിശ്വസിക്കുന്നു പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളെ ഭരിക്കുന്നത് ഈ അസ്വസ്ഥതയുടെയും ഉത്കണ്ഠയുടെയും വികാരങ്ങളാണ്. ഓർത്തിരിക്കുക, നമ്മൾ വാക്കിൽ മാത്രമേ അവൻ്റെ കൂടെ ആയിട്ടുള്ളൂ. വാക്കിൽ മാത്രം അവനോടൊപ്പം നടക്കാൻ പഠിച്ചിട്ടില്ല, പ്രവൃത്തികളിൽ കർത്താവിനെ കൈവിട്ടിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വഴികൾ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയേറെ അസ്വസ്ഥതയും ആകുലതയുടെയും മനുഷ്യരായിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ആരോട് ചോദിച്ചാലും പറയുമല്ലേ, വല്ലാത്ത ടെൻഷനാണല്ലേ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ടെൻഷനില്ലാത്തതിനുണ്ടോ എന്ന് കൈവക്കാവോ? എനിക്കൊരു ടെൻഷനും ഇല്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മളിങ്ങനെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനം, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ പേടിക്കണം? അവൻ എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്. സങ്കീർത്തകൻ ഭയന്നോടുന്ന തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നതാണ്, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? ജീവിതത്തിൻ്റെ വഴിയിൽ സങ്കടങ്ങളിലൂടെയും തകർച്ചകളിലൂടെയും കടന്നു പോകുന്ന ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ മനോഭാവം അതാകണം. കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാണ്
പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മളൊക്കെ വല്ലാതെ അസ്വസ്ഥതകൾക്കും ഉത്കണ്ഠകൾക്കും അടിമപ്പെട്ടു പോകുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് മനോഹരമായൊരു പദ്ധതിയുണ്ട്. അതാണ് അവിടുന്ന് വചനത്തിലൂടെ പറഞ്ഞു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ശോഭനമായ ഭാവിക്കുതകുന്ന പദ്ധതി. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്നൊരു പദ്ധതി എനിക്കുണ്ട്. ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്ന മനോഹരമായൊരു പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിനി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അത് വിശ്വസിക്കാനായിട്ട് കഴിയണമെങ്കിൽ കർത്താവിനെ കേൾക്കുന്ന മനുഷ്യരായിട്ട് മാറണം. നമ്മളിന്ന് ദൈവത്തോട് സംസാരിക്കുന്ന മനുഷ്യർ മാത്രമാണ്. പള്ളിയിലെത്തി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ കുർബാനയ്ക്കിടെ തമ്പുരാനോട് പറയും, എനിക്കത് വേണം, ഇത് വേണം, ആവശ്യങ്ങളൊക്കെ നമ്മൾ പറയും. നമ്മൾ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളോടൊക്കെ കർത്താവിനെന്തോ ഒരു മറുപടി പറയാനായിട്ടുണ്ട്. എന്നെങ്കിലും നമ്മളത് കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. നമ്മൾ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഈശോയ്ക്കൊരു മറുപടി പറയാനുണ്ട്. ഈ മറുപടി കേൾക്കാൻ നമ്മളൊക്കെ മറന്നുപോയതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടത്തിന് കാരണം. ഒരു കൂട്ടുകാരൻ ഒരു അച്ഛൻ പങ്കുവച്ചൊരു അനുഭവമുണ്ട്. അച്ഛനൊരു ട്രാൻസ്ഫർ ആയപ്പോൾ അല്പം പ്രശ്നമുള്ളൊരു പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു. അച്ഛൻ മെത്രാൻ്റെ ആശീർവാദമൊക്കെ വാങ്ങി പ്രത്യാശയോടുകൂടെ തന്നെ അവിടെ ചെന്ന് ചാർജ് എടുത്തു. അച്ഛൻ എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ പള്ളിയിൽ പോയിരുന്നിങ്ങനെ പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് തന്നെ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. അച്ഛൻ ഓരോ ദിവസവും തൻ്റെ സങ്കടങ്ങളെല്ലാം ഈശോയോട് ഇങ്ങനെ പറയും. അങ്ങനെ 1-2 മാസം കഴിഞ്ഞു. അച്ഛൻ ഇത്രയും തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒരു മാറ്റം വരുന്നില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക. ഒരു ദിവസം സന്ധ്യയിൽ അച്ഛൻ കുർബാന എടുത്ത് മാറ്റി വെച്ചിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ ആ കുർബാന കയ്യിൽ പിടിച്ചുകൊണ്ട് ഈശോയോട് പറഞ്ഞു, ഇനി നിന്നോട് ഞാൻ ഒരു കാര്യവും പറയില്ല. ഈ ഇടവകയിലെ ഒരു കാര്യവും ഞാൻ നിന്നോട് പറയത്തില്ല. 2 മാസമായിട്ട് ഞാൻ എൻ്റെ സങ്കടമൊക്കെ പറയും. ഒരു പ്രശ്നത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. നിന്നോടുള്ള പറച്ചിലൊക്കെ നിർത്തി എന്ന് പറഞ്ഞ അച്ഛൻ വിശുദ്ധ കുർബാന സഖറായിൽ തിരിച്ചു വെച്ചിട്ട് മുറിയിൽ പോയി. പിറ്റേന്ന് മുതലും അച്ഛൻ പള്ളി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നിർത്തിയില്ല. അച്ഛൻ പള്ളി വരും. ഇടവകലൊരു കാര്യവും ഈശോയോട് പറയില്ല. അച്ഛൻ വാശിയായി, നിന്നോടൊരു കാര്യവും ഞാൻ പറയത്തില്ല, കാരണം പറഞ്ഞാൽ നീ ഒന്നും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. നിന്നോടുള്ള പറച്ചിലൊക്കെ നിർത്തി. അച്ഛൻ അവിടെ പോയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകും. ഇങ്ങനെ 1-2 ആഴ്ചകൾ അങ്ങനെ പോയി. ഒരു ദിവസം വൈകുന്നേരം അച്ഛൻ്റെ അടുത്ത ഇടവകയിലെ ഒരു മനുഷ്യൻ വന്നു. സംസാരിച്ചിരിക്കുമ്പോൾ അച്ഛനോട് ആ ചേട്ടൻ പറയുന്നുണ്ട്, അച്ഛാ, ഒരാഴ്ചയായിട്ട് ഞാൻ അച്ഛൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. അച്ഛൻ്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്, ഭയങ്കര ഒരു ശാന്തതയാണ്. അച്ഛനെ ഇതുവരെ കണ്ടതുപോലെ അച്ഛൻ ഭയങ്കര ശാന്തനായിട്ട്, വളരെ അച്ഛൻ്റെ മുഖത്തോട് നോക്കിയൊരു ഗ്രേസൊക്കെ ഉണ്ട് അച്ഛൻ എന്ന് പറഞ്ഞു. അച്ഛൻ സത്യത്തിൽ അസ്വസ്ഥത നല്ലാണ്ടെണ്ണം പറയണമെന്നുണ്ട്. കാരണം ഒരു കാര്യവും അറിയില്ല, കർത്താവിനോട് പോലും പറയാതായപ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഭയങ്കര ശാന്തതയാണ്. എന്നിട്ട് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റുകളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് അദ്ദേഹവും ആ ഇടവകയിലെ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹം കുമ്പസാരിച്ചെഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അച്ഛൻ പിന്നീട് പള്ളിയിൽ വന്നിരിക്കുമ്പോൾ അച്ഛൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ ശാന്തനാകാൻ പഠിച്ചപ്പോൾ ദൈവം അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. എന്നോടിത് സംസാരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എൻ്റെ അച്ഛാ, ഞാൻ ദൈവത്തെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തു. ഞാൻ ഈശോയെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അത് ഈശോയുടെ പ്രശ്നങ്ങളായിട്ട് മാറി. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെയും ഇതെൻ്റെ പ്രശ്നങ്ങളായിരുന്നു. ഞാനാണ് പ്രതിവിധികൾ തേടിയത്. അവിടെ ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാൻ ശാന്തനായപ്പോൾ തമ്പുരാൻ എനിക്ക് വേണ്ടിയിട്ട് ഇടപെട്ടു. അതാണ് വചനം പറയുന്നത്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക, ഞാൻ
ദൈവമാണെന്ന് അറിയുക. നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്നിനും വേണ്ടിയിട്ടല്ല, തമ്പുരാനെ നിന്നെ ഒന്ന് കേൾക്കാനായിട്ട്. എൻ്റെ പ്രശ്നങ്ങളോടും എൻ്റെ പ്രതിസന്ധികളോടും നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ. മറിയത്തെപ്പോലെ നിൻ്റെ കാൽച്ചുവട്ടിലിരുന്നു കൊണ്ട് നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ എന്നെ ഒരുക്കണമേ. നമുക്ക് വലിയ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.